നമസ്കാരം. യു കെസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചട്ടി മയക്കലാണ്. അതായത് ചട്ടി സീസൺ ചെയ്യൽ. ഇന്നലെ ഞാൻ ലിച്ചി സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ അവിടെ പുതിയ ചട്ടികളെല്ലാം വന്നിട്ടുള്ളത് കണ്ടായിരുന്നു. അതൊരു കേരള സ്റ്റോറാണ്. എനിക്ക് പൊതുവെ ചട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഞാൻ നാട്ടിൽ പോയി വരുമ്പോഴാണ് കൊണ്ടുവരാറുള്ളത്. അതൊരു റിസ്ക് ഉള്ളൊരു ടാസ്ക്കാണ്. പക്ഷേ നമുക്ക് നല്ല ചട്ടി കിട്ടണമെങ്കിൽ, ചട്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ചട്ടിയായിട്ട് തോന്നി. അപ്പോൾ ഇതിന് ഏകദേശം 270 വന്നിട്ടുള്ളത്. പക്ഷേ നാട്ടിൽ നിന്നാകുമ്പോൾ 180, 150 ഇതിനൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ കൊണ്ടുവരുന്ന ഒരു റിസ്ക്കും ഉണ്ടല്ലോ, അതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇന്നലെ രാത്രി തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ അത് ശരിക്കും 2-3 മണിക്കൂർ ഇട്ടാൽ മതി. ഞാൻ ഇന്നലെ തന്നെ അങ്ങ് ഇട്ട് വെച്ചു. എന്നിട്ട് ഇനി നാളെ വേണം എനിക്കത് സീസൺ ചെയ്തെടുക്കാൻ. ഇന്നലെ ഞാൻ ചട്ടി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചട്ടി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കഴുകണം. ഞാനിവിടെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് കടലമാവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചാരമൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ആ ചാരമൊന്നും ഇപ്പം നമുക്ക് കിട്ടാനില്ലല്ലോ. ഇനിയിപ്പോൾ നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇത്തരം ചട്ടിയിലൊന്നും നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഉരച്ച് കഴുകണം, വൃത്തിയായിട്ട് കഴുകണം. ഞാനൊരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് ഉരച്ച് കഴുകുന്നത്. എല്ലായിടും വൃത്തിയാവുന്ന രീതിയിൽ ഉരച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിരിക്കണം. പൊതുവെ ചട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവെ ട്രഡീഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് ട്രഡീഷനെയും നൊസ്റ്റാൾജിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. ആ വെള്ളത്തിൽ തന്നെ ഞാനങ്ങ് ചട്ടി ഒന്ന് കഴുകി, എന്നിട്ട് ആ വെള്ളം കളയണം നമുക്ക്. വെള്ളം കളഞ്ഞ് ചട്ടി ഒന്നും കൂടി നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു തുണി എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടയ്ക്കണം. അതിലെ ഈർപ്പമെല്ലാം കളയണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചട്ടിയൊക്കെ മയക്കിയിരുന്നത് ഉമി കൊണ്ടായിരുന്നു. നെല്ല് കുത്തി ഉമി കൊണ്ടായിരുന്നു അമ്മയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം ഒന്നും ഉമി ഉണ്ടോയെന്ന് തന്നെ ആർക്കറിയാം. പിന്നെ ആരാ ഉപയോഗിക്കുന്നത്? പിന്നെ ഞാനിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇത് നെയ്യല്ല, വെളിച്ചെണ്ണയാണ്. ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് കട്ടിയായിട്ടാണ്. ഇത്രയും വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഞാൻ കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ബാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യണം, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് സമയമൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കഴുകി വൃത്തിയാക്കണം. വീണ്ടും കടലമാവ് ഇട്ടിട്ട് തന്നെ കഴുകണം. കടലമാവ് ഇട്ട് കഴുകുന്നതെന്ന് വെച്ചാൽ സോപ്പൊക്കെ ഇട്ട് കഴുകുന്ന സമയത്ത് നമുക്ക് ഇതിൽ ചിലപ്പം ഈ മൺചട്ടിയിലൊക്കെ ഒരുപാട് സുഷിരങ്ങളുണ്ടാവും. അതിലല്ല ഈ സോപ്പിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഒക്കെ
അംശങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സ്മെല്ല് വരാം, അല്ലെങ്കിൽ അതിൻ്റെ അംശം വരാം. എത്ര കഴുകിയാലും വൃത്തിയാവണം എന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ കടലമാവ് ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയാണ്. അതിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരീരത്തിന് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നല്ല രീതിയിൽ കടലമാവായിട്ടൊന്ന് വൃത്തിയാക്കി കഴിയും. ഇപ്പോൾ ചാരമൊക്കെ ഓൺലൈനിൽ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. അതും എന്ത് ചാരാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബെറ്റർ ഇതാണ് നല്ലത്. പിന്നെ ഇത് കഴുകിയിട്ട് ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അതിനൊരു സ്മെല്ല് വരും. പൊതുവേ നമ്മൾ ഉഴുന്ന് ചെറുപയറൊക്കെ ഇച്ചിരി കൂടുതൽ നേരം വെള്ളത്തിലിട്ടാൽ തന്നെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അത് സൂക്ഷിക്കുക, ഇൻഫെക്ഷനൊന്നും ഉണ്ടാവരുത്. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും ഇതിലോട്ട് നിറച്ച് വെള്ളം ഒഴിക്കണം. ഈ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കണം. ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ക്ഷമയുള്ളവർക്ക് ഇത് പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു വിഷയവും അല്ല. ഇനി നമുക്കത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് ചായപ്പൊടി ഇടണം. ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. തേയിലപ്പൊടി, ചായപ്പൊടി മീൻസ് തേയിലപ്പൊടി, അതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറുകി വറ്റി വരണം. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും. കാരണം എന്താ വെച്ചാൽ ഇത് എനിക്ക് കുറുകി എടുക്കാൻ തന്നെ 1.5-2 മണിക്കൂറിനടുത്തായിട്ടുണ്ട് സമയം. ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പരിപാടികളൊക്കെ നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയായിരുന്നു. അല്ലാതെ ഇതിനായിട്ട് സമയം വെക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ എനിക്ക് ഈ ട്രഡീഷൻ നൊസ്റ്റാൾജിയ ഒക്കെ ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. നമുക്ക് ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മോഡേണിറ്റി ഇഷ്ടമല്ല എന്നല്ല. മോഡേണിറ്റി ഞാൻ ഒരുപാട് വെൽക്കമിങ് ചെയ്യുന്നു. അതിലെ ടെക്നോളജി ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് എല്ലാം ടെക്നോളജിയും എല്ലാം മോഡേണിറ്റിയും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ നൊസ്റ്റാൾജിയോട് അല്ലെങ്കിൽ ട്രഡീഷനോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ്. അതെപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹമാണ്. അത് പക്ഷേ ഞാൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാറില്ല. നിങ്ങളത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് പറയാറില്ല. ഇതെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും എല്ലാവരും വെവ്വേറെ ഇൻഡിവിജ്വൽസാണ്. ഓരോ ആൾക്കാർക്ക് ഓരോരോ സ്വപ്നങ്ങളുണ്ട്, ഓരോ തോട്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ആ തോട്ട്സിന് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം ഇതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. ഇതൊന്നും എന്നെക്കൊണ്ട് ആരും നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല. ചില ആൾക്കാർ ചോദിക്കും ഇവന് വട്ടാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം നിറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എന്നെ പ്രൈസ് ചെയ്യുന്നില്ല. വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. അല്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യുക, സമയമില്ലാത്ത സമയത്ത് എന്തൊക്കെയോ വാരി വലിച്ച് ചെയ്യുന്ന സമയം അങ്ങനത്തെ പരിപാടിയില്ല. എല്ലാത്തിനും സമയം കണ്ടെത്തി പറ്റാവുന്നത് ചെയ്യാം. ഇതൊക്കെ എന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, വല്ലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പം അതൊക്കെ ആസ്വദിച്ച് ചെയ്യാം. പിന്നെ കുക്കിംഗ് ആണെങ്കിലും എനിക്കതൊരു അതെൻ്റെ പ്രൊഫഷനല്ല, ആക്ച്വലി എൻ്റെ പാഷനാണ്. ഒരു തരം എന്താ പറയുക, എൻ്റെ ഒരു ഹോബിയാണ്. എനിക്കത് ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലൊരുപാട് സന്തോഷം കണ്ടെത്തുന്നു. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ പൊതുവേ ഉള്ള ആൾക്കാരൊക്കെ എന്ന് പറയും സന്തോഷം കണ്ടെത്തുക എന്ന് പറഞ്ഞ് അവർ പല ഇല്ലീഗൽ ആക്ടിവിറ്റിയിലൂടെ അതില്ല, അതിൻ്റെ അതല്ല, അൺഹെൽത്തി ഇല്ലീഗലാണ് പല ആൾക്കാരും
സന്തോഷം കണ്ടെത്തും. പല ആൾക്കാരും കുടിക്കാനും വലിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് സമയം കളയുന്നു. നമ്മൾ വേറെയുള്ള രീതിയിൽ നമ്മളുടേതായ രീതിയിൽ സ്വപ്നം കാണുന്നു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാം, അത് അവർ ചെയ്യേണ്ട കാര്യം. നമുക്ക് പറയാം സംതിങ്, പക്ഷെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. എനിവേ, നമ്മളുടെ വെള്ളം ഏകദേശം വറ്റിക്കൊണ്ടിരിക്കുന്ന ചായവെള്ളം, ഞാൻ അതിലോട്ട് കുറച്ച് ചായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സോറി അത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ചായപ്പൊടി ഇട്ടു. ആ ചായപ്പൊടി ഇട്ട വെള്ളം ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ ഞാൻ ഇന്നൊരു പുതിയ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. വേറൊന്നുമില്ല, എനിക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഒരു കിനോവ എന്നൊക്കെ ആൾക്കാർ പറയും, ഒരു മില്ലറ്റാണ്. അതിൻ്റെ ഒരു മാവ്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കും. നമ്മുടെ ഇത് ചട്ടി ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ തേയില വെള്ളം അല്ലെങ്കിൽ ചായ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് കഴുകണം. വൃത്തിയായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ പുരട്ടി വെക്കുന്നത് നല്ലതാണ്. ഞാൻ പക്ഷേ എണ്ണ പുരട്ടുന്നില്ല, എനിക്കിപ്പോൾ തന്നെ ഉപയോഗിക്കാനുള്ളത് കൊണ്ട്. ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് കഴുകാം. ഈ ചട്ടിയൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പറയും എന്തിനാ ഇപ്പോൾ ചട്ടി ഉപയോഗിക്കുന്നു, അതിലെല്ലാം ഇപ്പോൾ പുതിയ കെമിക്കലാണല്ലോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശരിയായിരിക്കാം. ചില ആൾക്കാർ പറയും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല, അതിൽ പ്രശ്നമാണ്, ഇതിൽ പ്രശ്നം. പക്ഷേ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന, കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഉപയോഗിക്കുന്നത് പോലെയാണ്. നമുക്ക് വേണ്ടത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾക്ക് വേണ്ടത് നമ്മളാണ് ചെയ്യേണ്ടത്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. സോ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാതും നല്ലതാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ എന്ന് ഉപയോഗിക്കണം എന്നില്ല, വല്ലപ്പോഴും ഉപയോഗിക്കുക. അതുമാത്രമല്ല, അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ മെറ്റൽ ഉപയോഗിക്കേണ്ട. ചട്ടി ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ചില ആൾക്കാർ അലുമിനിയം ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. എല്ലാം ഒരു വിശ്വാസമല്ലേ, വിശ്വാസം അതല്ലേ എല്ലാം. അങ്ങനെ നമ്മുടെ ചട്ടി നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കണ്ട, അതിന് പുറത്തൊക്കെ ഇച്ചിരി ഡാർക്ക് കരി വന്നു, ഉള്ളിൽ കറുപ്പുണ്ടായിരുന്നു, അതെല്ലാം ഏകദേശം പോയി. ചട്ടി കഴുകി വൃത്തിയായിട്ടുണ്ട്. ഇനി അതൊന്ന് തുടച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി ഡ്രൈ ആക്കി വയ്ക്കുന്നുണ്ട്. ശരിക്കും എണ്ണ പുരട്ടി വയ്ക്കുകയാണ് വേണ്ടത്. എനിവേ, എൻ്റെ പഴയ വീഡിയോകളൊക്കെ ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ള തുടങ്ങിയിട്ട് എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും, കണ്ടവരുടെ എല്ലാവരുടെ അടുത്തും നന്ദിയുണ്ട്. ഇനി കാണുന്നവരുടെ അടുത്തും നന്ദി. അപ്പോൾ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഞാനിതിൽ കുറച്ചും കൂടി എണ്ണ പുരട്ടിയിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. എണ്ണ പുരട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഇതിലോട്ട് കുറച്ച്
ഒരു ഹാഫ് സവോള, ഒരു പഴയ ഒരു സവോള ഉണ്ടായിരുന്നു, ആ പഴയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയോട് കൂടിയിട്ട് കണ്ടം തുണ്ടമായിട്ട് മുറിച്ചിട്ട് ഇതിലോട്ടിട്ടിട്ട് ഒന്ന് എന്താ പറയുക വറുത്തെടുക്കുക. ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ് കേട്ടോ. ഇതൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതൊക്കെ ബോറിംഗ് ആണ്. കഴുകിയ ചട്ടിയിലോട്ട് നമ്മൾ എണ്ണ പുരട്ടി, വെളിച്ചെണ്ണ പുരട്ടി, എന്നിട്ട് അത് അടുപ്പത്ത് വെച്ചു. ഇനി ആ ചട്ടിയിലോട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തുണ്ടമായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ഇട്ട്, ആ സവോളയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചുരണ്ടിയതും കൂടി ഇടുന്നുണ്ട്. അതായത് എനിക്ക് ഇവിടെ 2 ദിവസം മുമ്പത്തെ ഉപയോഗിച്ചൊരു തേങ്ങയുടെ പകുതി അവിടെ ഇരിക്കും. അത് കളയുന്നതിന് പകരം ഇതിൽ ചുരണ്ടി എന്നിട്ടിടും. എന്നിട്ട് നന്നായിട്ട് വറുക്കുക, പുക വരുന്ന രീതിയിൽ വറുക്കുക. അടിയിൽ കുറച്ച് കറുത്ത കരിഞ്ഞ പാടും ഇതൊക്കെ ഉണ്ടായിരിക്കും. അത് വരട്ടെ, അതാണ് സീസണിങ് എന്ന് പറയുന്നത്. കാരണം ചട്ടിക്ക് ഒരു പഴമ കൊണ്ടുവരും. അതിലുണ്ടൊരു എന്താ പറയുക, ഒരു പുത്തൻ സ്മെല്ലുണ്ടായിരിക്കാം, മണ്ണിൻ്റെ മണം ഉണ്ടായിരിക്കാം. ആ മണമൊക്കെ മാറി എടുക്കാനാണ് നമ്മൾ ഈ തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ചട്ടിക്ക് ഉറപ്പ് കൊടുക്കുക എന്നാണ് പറയുന്നത് പഴമക്കാർ പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അല്ലാതെ നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. നമ്മളിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് നടത്തി എക്സ്പീരിയൻസ് ആയി വരിക എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റ് നടത്താൻ എല്ലാവരും ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സോ എവരിബഡി എല്ലാവരും ബിസി ആകുമ്പോൾ എന്ന് വെച്ചാൽ ആ ബിസിക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റീഫ്രഷാണ് സംതിങ്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് മൈൻഡ് തോട്ട് ഓർ മൈ കോൺസെപ്റ്റ്. ഏകദേശം നമ്മുടെ തേങ്ങയും ഉള്ളിയൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയും ഇച്ചിരി ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട്, ഈ ഉള്ളി തേങ്ങയും നമുക്ക് മാറ്റിയിട്ട് ചട്ടി നേരത്തെ പോലെ തന്നെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എഡിറ്റിങ്ങിലൊക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടായിരിക്കും, ക്ഷമിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വീണ്ടും കടലമാവ് ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകണം. ഇത് ഞാൻ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന കടലമാവ്. മോസ്റ്റ്ലി ഇവിടെ മൊത്തം ചട്ടിമയാണ്, അതിന് വേണ്ടിയിട്ടാണുള്ള പാത്രമാണ് അത്. കടലപ്പൊടി ഇവിടെ പാത്രമാണത്. അപ്പം ചട്ടി നന്നായിട്ട് ഉരതി കഴുകുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനൊന്നും കൂടി പറയാണ്, എല്ലാവരും വീണ്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും, സമയം കിട്ടുന്നതിനനുസരിച്ച്. ഇവിടെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവെ ഓട്സ്, കിഴങ്ങോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അല്ല സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ എൻ്റെ പിള്ളേർ, സ്റ്റുഡൻസ് ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ ഞാനത് ഉണ്ടാക്കുന്നുള്ളൂ. അല്ലാതെ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല.
എനിക്ക് ഈ കിണുക, ഓട്സ്, കഞ്ഞി, പയറ്, തൈര് സാദം ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കഴിക്കുന്നത്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ഉള്ള ആളാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ പോണു. അപ്പോൾ അങ്ങനത്തെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള പല റെസിപ്പികളും ഇനി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചട്ടി ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഡ്രൈ ആക്കി വയ്ക്കാം. സാധാരണ ഇതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് പുരട്ടിയിട്ട് മാറ്റി വയ്ക്കാമെന്നല്ല, വേണമെങ്കിൽ വെയിലത്ത് വേണമെങ്കിലും വയ്ക്കാം. പക്ഷെ ഞാനിത് എനിക്ക് ഉപയോഗിക്കാനുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, ഡ്രൈ ആക്കുന്നത്. നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കും, സമയമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി തന്നെ, അതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയാണ്, സപ്പോർട്ട് ചെയ്യുക.